അപ്പോൾ അത്തരത്തിൽ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ആശയത്തോട് എങ്ങനെയാണ് താങ്കളെ പോലെ ഇത്രയും വിദ്യാസമ്പന്നനായ ഒരു വ്യക്തിക്ക് യോജിക്കാൻ കഴിയുക? ഇല്ല, ഞാൻ RSSന്റെ ആശയങ്ങളോട് യോജിക്കുകയോ RSSന്റെ ഭാഗമായിട്ടുള്ള ആളല്ല. ഞാൻ RSSന്റെ ഒരു ശാഖയിൽ പോയിട്ടില്ലാത്ത ആളാണ്. ഞാൻ RSSനോട് ഒരു കാലത്തും അങ്ങനത്തെ രീതിയിലത്തേക്കുള്ള ആഭിമുഖ്യം ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവർ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു കൾച്ചറൽ ഓർഗനൈസേഷനാണ്. ആ രീതിയിലത്തേക്ക് വലിയ സ്വാധീനം അവർക്കുണ്ട്, റൂട്ടുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ വായിച്ചിട്ടുള്ളതനുസരിച്ചിട്ട് അവർക്ക് ഏറ്റവും കൂടുതൽ ശാഖകളും മറ്റും ഉള്ളത് കേരളത്തിലാണ്. എന്നാൽ അത് പൊളിറ്റിക്കലി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ തന്നെ അതിന്റെ RSS എല്ലായ്പ്പോഴും BJPക്ക് വോട്ട് ചെയ്യണമെന്ന് നിർബന്ധവും അവർക്കില്ല. ഇല്ല. അതായത് അവരുടെ റെപ്രസെന്റേറ്റീവ്. എനിക്കൊരു ഉദാഹരണമാണ് എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദിയുടെ എത്രത്തോളം 5 ലക്ഷത്തിൽ നിന്ന് ഏകദേശം 1.5 ലക്ഷത്തിലേക്ക് കൂപ്പുകുത്തിയത് അതിന്റെ ഒരു ഭാഗമാണെന്നാണ്. അവിടെ മാത്രമല്ല, ഞാൻ പറഞ്ഞത് UP-യിലെ പല സ്ഥലങ്ങളിലും, തീർച്ചയായിട്ടും UP-യിലെ പല സ്ഥലങ്ങളിലും അത് ഉണ്ടായിരുന്നു. അതിന്റെ കാരണവും ഒന്ന് ചർച്ച ചെയ്യപ്പെട്ടു. അതായത് RSS വളരെ പ്രകടമായിട്ട് ഈ ക്യാമ്പയിനിങ്ങിൽ ഇല്ലാതെ മാറിയിരിക്കുകയായിരുന്നു. കാരണം അന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് JP നഡ്ഡയുടെ ഭാഗത്തു നിന്നുണ്ടായി, RSSന്റെ ബാക്കിംഗ് ഇല്ലെങ്കിലും BJPക്ക് ജയിക്കാൻ കഴിയും. എന്നാൽ അതൊന്ന് കാണട്ടെ എന്ന രീതിയിലത്തേക്ക് അവർ ചിന്തിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് BJPക്ക് വോട്ട് ചെയ്ത് കൊള്ളണം എന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഐഡിയോളജി ഉണ്ട്, അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ.